ഇന്നും എൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത്ര വെടിപ്പുള്ളതൊന്നുമല്ല. അതിപ്പോൾ ഈ കപ്പ കാണിച്ചു തുടങ്ങിയപ്പോഴേ നിങ്ങൾക്ക് കത്തി കാണുമല്ലോ അല്ലേ? അതേ സുഹൃത്തുക്കളെ, ഇന്നും നിങ്ങളെ കൊതിപ്പിച്ചു കൊല്ലാൻ വേണ്ടി ഞാൻ ഒരുമ്പെട്ടിറങ്ങിയേക്കും. അയ്യേ, ഇത് കണ്ടിട്ട് എന്നാ കൊതി വരാനാന്ന് ചോദിക്കുന്ന ന്യൂജനോടല്ല, ഇതൊരു വികാരമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മധ്യ തിരുവിതാംകൂറുകാരോടാണ്. അതല്ലെങ്കിൽ പിന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിപ്പോയി നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സന്തതി പരമ്പരകളോട്. നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല വേവിച്ച കപ്പയും ഇച്ചിരി കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ എന്നാ ഒരു സുഖമല്ലേ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇത് വേവിച്ച കപ്പയായിട്ട് കഴിക്കാനൊന്നുമല്ല, ഇപ്പം വേണേൽ ഈ ഫോമിലും കഴിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും ഉണ്ടാക്കാനായിട്ടല്ല, ശരിക്കും ഇച്ചിരി മീൻകറി കിട്ടിയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്ററിനെ എല്ലും കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതങ്ങ് മാറ്റി വെക്കേണ്ടി വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഓഫ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഇത്തിരി എല്ലും കപ്പ ഉണ്ടാക്കിയിട്ടേ ഉള്ളെന്ന്. അങ്ങനെ എല്ലും കപ്പ എല്ലാം കൂടി എടുത്തങ്ങ് മിക്സ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ വീട്ടിലെ ഫുഡ് എല്ലും കപ്പയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജേഡുവിൻ്റെ നൃത്യങ്ങൾ തുടങ്ങി പുറകിൽ. കാരണം പുള്ളിക്കും ഇഷ്ടം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി സുഖമാണേലും ഉണ്ടല്ലോ, ഇത് ഇളക്കിയപ്പം ഞാൻ എൻ്റെ വല്യപ്പൂപ്പന്മാരെ വരെ സ്മരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മമ്മി ഓർത്തു, എൻ്റെ പൊന്ന് ദൈവമേ, എന്തൊരു പാടല്ലേ അതൊന്ന് ഇളക്കി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ കപ്പ ഇളക്കാൻ വേണ്ടിയിട്ട് മമ്മിമാരുടെ അല്ല അമ്മമാരുടെ ഒക്കെ അടുക്കളയിൽ ഒരു സാധനം കാണും, ഒരു വലിയ കമ്പ്. അതിന് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുവേ. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് പറഞ്ഞത് തവിക്കണേന്നാണ്. തവിയൊന്നും അകത്തിലില്ല, ആ കമ്പ് വെച്ച് സ്ഥിരം ഇളക്കി നല്ല മഞ്ഞ കളറും കാണും ആ കമ്പിന്. ഈ കപ്പയുടെ കാലത്തും ചക്കയുടെ കാലത്തും ഒക്കെ സ്ഥിരമേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതല്ലേ, ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കും. ഞാൻ വിചാരിക്കുമായിരുന്നു, ഇവരിതെങ്ങനെയാണ് അത്രയും പേർക്ക് ഇതൊന്ന് ഇളക്കുന്നതെന്ന്. ഞാൻ 2-3 പേർക്കുള്ള കപ്പ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇളക്കി എൻ്റെ കുഴ തെറ്റി. ഈ കപ്പയും ചക്കയൊക്കെ ഉണ്ടാക്കുന്നതേ ഒരു കായികാഭ്യാസവും കൂടെ കേട്ടോ, ശരീരം മൊത്തം ഇളകും. അങ്ങനെ നമ്മുടെ കപ്പ ഫൈനലി റെഡി ആയിട്ടുണ്ടേ. ഇത് കണ്ടിട്ട് കൊതി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് കേട്ടോ. നല്ല എല്ലും കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അല്ലേ? നല്ല മുഴനെഞ്ചും നല്ല കപ്പയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത്, അല്ലാതെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ കുറേ മല്ലിയിലയൊക്കെ ഇട്ട് സവോളയും വാരി വെതറി എന്തിനും കൊള്ളാം. ഇതൊന്ന് നോക്കി എന്നാ ടേസ്റ്റാന്ന്. കൊച്ചിന് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, എന്നാലും ഒരു കാര്യമല്ലേ. എന്നെ കൊണ്ട് ഞാൻ തന്നെ അങ്ങ് തോറ്റുന്നേ. അപ്പം ശരി, എന്നാ പോയച്ചു വരാം.